കൂടെ വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 1 മുതൽ ഉള്ള തിരുവചനങ്ങള്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. താൻ മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോട് എന്നതുപോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാര സന്താനങ്ങളാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയത്തേക്ക് നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർണമായ ഫലം ലഭിക്കുന്നു. ഇരിക്കാം. കർത്താവിനാല് ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മള് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ പ്രാർത്ഥിക്കുന്ന നമ്മളും ഇടയ്ക്കൊക്കെ തളർന്നു പോകാറുണ്ട്. നമ്മൾ ചോദിക്കുന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഐസ്ക്രീം ചോദിക്കുമ്പം ഐസ്ക്രീം കിട്ടുമ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമായി. പപ്പാ നല്ല പപ്പായ എന്ന് പറഞ്ഞ് വേണേൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും. കൊച്ചുകുട്ടികൾ അമ്മയ്ക്കും അതുപോലെയൊക്കെ കിട്ടും. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നൊക്കെ കിട്ടുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കൊച്ചിനൊരിക്കലൊരു പനി വരുമ്പോൾ ഇപ്പം പിന്നെ എല്ലാവരും ആയുർവേദ മരുന്നൊന്നും നോക്കാതെ പെട്ടെന്ന് അലോപ്പതി മരുന്നിൻ്റെ അടുക്ക പോകുമ്പോൾ ചിലപ്പോൾ കുത്തിവെക്കാനാണെങ്കിലും അവിടെ ചെല്ലുമ്പം ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കൊച്ചു കരയും. എന്നാൽ എൻ്റെ കൊച്ചിനെ കുത്തിവെക്കേണ്ടത് നമ്മളാരും പറയില്ല.
ആ കൊച്ചിനെയും കുത്തിവെക്കാനായിട്ട് അല്ല ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ കൊച്ചു കരയുമെന്ന് കണ്ടാൽ പോലും അതിനെ കുത്തിവെക്കാനായിട്ട് അനുവദിക്കും. അതുപോലെ തന്നെ പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പലപ്പോഴും ചെറിയ രോഗമൊക്കെ വരുമ്പോൾ കഷായമായിരുന്നു കരുതുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനിയന്മാർക്കൊക്കെ കഷായം കൊടുക്കാനായിട്ട് അവർ കൊട്ടിച്ചു പിടിക്കുമ്പം ചിലപ്പോൾ ചെറിയ തവിക്കണയൊക്കെ വായി വെച്ചിട്ട് കഷായം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാ? അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഈ കൊച്ചിൻ്റെ ചൊറി ചരങ്ങ് ഇങ്ങനെയുള്ള സംഗതിയൊക്കെ മാറണമെങ്കിൽ ഈ കയ്പുള്ള സാധനം കൊടുത്തേ പറ്റുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. തൽക്കാലത്തേക്ക് ഈ കയ്പ് വിഷമമുണ്ടെങ്കിലും അത് എടുത്താലേ ആ കഷായം കഴിച്ചാലേ കുട്ടിയുടെ രോഗം മാറുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് ആ കയ്പ് അവരെ അനുഭവിക്കാൻ മാതാപിതാക്കന്മാർ പ്രേരിപ്പിക്കും. ഇന്ന് സുവിശേഷത്തിലെ ഇന്നത്തെ ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട ചില കാര്യങ്ങൾ, ഇത് വായിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് എൻ്റെ അടുക്കലൊരു സഹോദരൻ വന്നിട്ട് പങ്കുവെച്ച് കേട്ടപ്പോഴാണ് ഈ ചിന്തയെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇന്നൊരു 3-4 മണിക്കൂർ ഒരു സഹോദരന് പഴയ ഒരു ഇടവകയിലെ ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊന്നുമില്ല അധികം, എനിക്ക് നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. ഞാൻ പലതും പഠിച്ച് ഇലക്ട്രിക്കൽ ടെക്നിക്കൊക്കെ പഠിച്ചു, പലതും നന്നാക്കാൻ പഠിച്ചു, എല്ലാം എനിക്കറിയാം. തയ്യൽ പഠിച്ചു, അറിയത്തില്ലാത്തൊന്നുമില്ല. എൻ്റെ മക്കളെയെല്ലാം എനിക്ക് പറ്റാതിരുന്നത് അവർക്ക് നേടണമെന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും പിള്ളേരെ വേദപാഠത്തിന് പോലും വിടുകയില്ലായിരുന്നു. പള്ളിയിൽ പോയില്ലേലും വേണ്ടിയല്ല, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി കരസ്ഥമാക്കണമെന്ന് പറഞ്ഞ് അവരെ ഞാൻ പഠിപ്പിച്ചു. പിള്ളേർ പഠിച്ചു, 2 പേർക്കും ജോലിയൊക്കെ കിട്ടി സമാധാനമായിട്ട് ഇരിക്കുമെന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പം ഓരോരുത്തർക്കും ഓരോ പ്രേമ ബന്ധങ്ങളൊക്കെ വന്നു. ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ സ്നേഹവും എല്ലാം തകർന്നു. അമ്മ അവരുടെ സൈഡാന്ന് തോന്നി. ഇപ്പം അമ്മയും ഞാനും തമ്മിൽ, ഭാര്യയും ഞാനുമായിട്ട് തെറ്റി, മക്കളുമായിട്ട് തെറ്റി. ഞാൻ അടിച്ചു, അവർ തമ്മിൽ കേസ് കൊടുത്തു, പോലീസ് കേസായി, ആകെ പ്രശ്നമായെന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ തമ്മിലെല്ലാം പിരിഞ്ഞ് ജീവിക്കുന്നതിന് തുല്യമായ ജീവിതമാണ്. ഒരു കാലത്ത് ഞാൻ വലിയ ബാബേൽ ഗോപുരമൊക്കെ പണിതു. പക്ഷേ ആ ഗോപുരം അധികം കാലം നിന്നില്ല. ഇന്ന് ഞാനൊരു ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അച്ഛനെയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വന്നതാണെന്നും പറഞ്ഞാണ് വന്നത്. അന്ന് അച്ഛൻ ഈ ബാബേൽ ഗോപുരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാനും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ബാബേൽ ഗോപുരമൊക്കെ പണിതു. അവിടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഷയൊക്കെ ചിതറിപ്പോയി. ഞാൻ പറയുന്നത് എൻ്റെ മക്കൾക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളെ തമ്മിൽ ചിതറിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആകമാനം തകർന്ന് തരിപ്പണമായൊരു പിതാവ്. പക്ഷേ ഇന്ന് ഞാൻ അധികം സമയവും, കുറേ സമയം ജോലി ചെയ്യും, ഇടയ്ക്ക് വചനം കേൾക്കും, ബൈബിള് 2 ആവർത്തി വായിച്ചു. ദൈവവചനത്തിൽ പുതിയ പുതിയ അറിവുകൾ കർത്താവ് എനിക്ക് തരികയാണ് എന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം ചില സഹനങ്ങളിലൂടെ, ഈ തകർച്ചകളിലൂടെയൊക്കെ നയിക്കുന്നത് എന്തിനാണ് എന്ന് ആ മകന് ഇന്ന് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തൻ്റെ മക്കൾ വിട്ടുപോയതും ഭാര്യ വന്നു പോയതും ഒക്കെ ഏതോ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ ലോകത്തിന്റെ സാമ്രാജ്യം നമ്മൾ കെട്ടിപ്പടുക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ തമ്പുരാൻ അത് പിടിക്കുന്നില്ല. എനിക്കും കുറവുണ്ട് എന്ന് ഇപ്പോഴ് ആ മകനും ബോധ്യമായി തുടങ്ങി. അല്ലെങ്കിൽ ചിലപ്പം ഭാര്യയുടെ കുഴപ്പമാണ്, മക്കളുടെ കുഴപ്പമാണ്. ഞാൻ എൻ്റെ മക്കളെ യേശുക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഭൗതികമായ നേട്ടം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ജോലിയൊക്കെ കിട്ടി ഞാനിങ്ങനെ നല്ല മിടുക്കനായിട്ട് ജീവിക്കാമെന്ന് കരുതിയ എൻ്റെ ജീവിതത്തെ മുഴുവൻ കർത്താവ് അടിച്ച് തരിപ്പണമാക്കി. എനിക്ക് മക്കളിലൂടെ ഒരു സന്തോഷമില്ലെന്നായി, ഭാര്യയിലൂടെ സന്തോഷമില്ലെന്നായി, എല്ലാം തകർന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇന്ന് പലയിടത്തും പറ്റിയിരിക്കുന്ന ഒരു വലിയ അപകടമാണ്. യേശുക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണമെന്ന് നമ്മളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ചിലപ്പം ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ഇന്ന് വിരുന്നുകാർ വന്നു, ആ പ്രാർത്ഥന വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ചെറിയ പണിയാണ്, ഇന്ന് പണിക്കാർ പറയുന്നു
ഞങ്ങൾക്ക് വേറെ പല ദിവസം അവിടെ കാക്കാട് വീട്ടിൽ തിങ്കളാഴ്ച വാർക്കണം, മറ്റിടത്ത് ബുധനാഴ്ച വാർക്കണം വേറെ. പിന്നെ ആകെ ഒരു ദിവസം ഫ്രീ ഉണ്ട്, അതെന്നാ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയും. എന്നാൽ കുഴപ്പമില്ല, ഞായറാഴ്ച ആണേലും വേണ്ടില്ല, ഞങ്ങൾ പള്ളിയിൽ പോകണ്ടെന്ന് വെച്ചാൽ പോരെ. പ്രൈസ് ദി ലോർഡ്. നമ്മളങ്ങനെയാണ്. അപ്പോൾ കാക്കായ്ക്കും മറ്റു മതത്തിൽപ്പെട്ടവർക്കൊക്കെ വേണേ മറ്റു ദിവസം എല്ലാം കൊടുത്താലും നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഇത് മാറ്റിവെക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ 1-ാം സ്ഥാനം നമ്മൾ പലപ്പോഴും അത് വിസ്മരിക്കും. ചെറിയ കാര്യങ്ങളിൽ നമ്മളൊക്കെ വിസ്മരിച്ച് കളയാനായിട്ട് നമ്മളൊക്കെ മടിക്കാത്തവരാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ ജീവിതത്തിലെ ഒരു പ്രമാണമാണ് കർത്താവ് പ്രധാനമായിട്ട് തന്നിരിക്കുന്നത്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. വീട്ടിൽ വിരുന്നുകാർ വന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ എന്തെല്ലാം പരിപാടി ഉണ്ടെങ്കിലും അത് മുടക്കുകയല്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? എഫാത്ത ശുശ്രൂഷയെ നമ്മളിവിടെ നടത്തുമ്പോൾ 6 മണിക്ക് നമ്മൾ ജപമാലയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വളരെ നേരത്തെ തന്നെ ഒരുങ്ങി നമുക്കിവിടെ എത്താൻ പറ്റുന്നുണ്ടോ? അല്ല, ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആരും വഴക്കൊന്നും പറയുകയില്ലല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് താമസിച്ചെന്നാലും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരാം. ഇങ്ങനെ നമ്മളെയൊക്കെ പൈശാചിക ശക്തികൾ പിടിച്ചു കുലുക്കും. നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്ന് നമ്മളെയൊക്കെ അകറ്റാനുള്ള ശ്രമം നിരന്തരമായി സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ തീക്ഷ്ണതയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന തീക്ഷ്ണതയൊക്കെ കുറച്ച് നമ്മളെ പയ്യെ ദൈവവചനത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ഒക്കെ അകറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോകും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു കൊണ്ടുവരും. ചിലപ്പം കൊച്ചുകുട്ടികൾ ചിലപ്പോൾ പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ പറയും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ട് അവരുടെ ശ്രദ്ധയെ പിശാച് ദൈവവചനത്തിൽ നിന്ന് മാറ്റിക്കളയും. ഇങ്ങനെ ഓരോ തരത്തില് ഇത് വീട്ടിലെ മാതാപിതാക്കന്മാര് പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് അവർ നന്നായിട്ടല്ലെങ്കിൽ വഴക്ക് പറയാനല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ ആ മക്കളോട്, മക്കളെ നിങ്ങൾ ആ പള്ളിയിലിരിക്കുമ്പോൾ ഈശോയുടെ കാര്യമൊക്കെ ഓർത്ത് വളരെ ഏകാഗ്രതയായിട്ട് ഇരിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കന്മാരില്ല. അവരെന്നാ കാണിച്ചാലും ഒന്നും പറയല്ല വീട്ടിൽ ചെല്ലുമ്പോൾ. ഇന്ന് നമ്മളൊക്കെ ദൈവത്തോടുള്ള നമ്മുടെ ആ സ്നേഹം നമ്മുടെ കൊച്ചു കാര്യങ്ങളിലൂടെ ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഇരിക്കുന്ന അവസ്ഥ. ആർക്കും ആരെയും തിരുത്താൻ ഇഷ്ടമില്ല. പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പേടിച്ച് സ്നേഹത്തോട് പറയാൻ പോലും ആർക്കും അറിയത്തില്ല. നമ്മൾ ആ വിധത്തിൽ വലിയ വീടുകളൊക്കെ പണിയുന്നവരാ. ഈ വീടുകളുടെ അകത്ത് നമുക്കറിയാം, ഇന്ന് 2 നില വീട് പണിത് ആ വീട്ടില് നമ്മൾ ക്രൈസ്തവരുടെ ഇടയിൽ ആളും മിണ്ടാത്ത 1 വയസ്സിനും വയസ്സത്തെയും കാണും. ഞാൻ അവരെ പറ്റി പറയുക, ഇതാ 2 പ്രേതങ്ങൾ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാ പറയുക. പലപ്പോഴും തമാശയായിട്ട് പറയുമെങ്കിലും ഈ 2 പ്രേതങ്ങൾ വീട്ടിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അവർ തമ്മിൽ സെമിത്തേരിയിലെ പോലെയുള്ള ജീവിതമാണ്. എന്താ, സെമിത്തേരിയിൽ ഒരു ശല്യമില്ല. ഞാൻ സെമിത്തേരിയുടെ അടുത്താണ് കിടക്കുന്നത്. അന്നേരം ഞാനിപ്പം കാണുമ്പോൾ അവിടെ ആരും വന്ന് എന്നെ ശല്യപ്പെടുത്താറില്ല. ആത്മാക്കൾ വളരെ നല്ല മനുഷ്യരാണ്. അവർ നേരത്തെ വല്ലപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം വളരെ എൻ്റെ തൊട്ടുമുറ്റത്ത് ആളുകൾ കുറേ പേരെ അടക്കിയിരിക്കുന്നുണ്ട്. ഇത്ര സ്നേഹത്തോടു കൂടി അവരവിടെ കിടക്കുന്നതെന്നറിയാമോ? ഒരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ വീട്ടില് ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടുകല. ആരോടും ഭാര്യയും ഭർത്താവും ഉണ്ടോ, മിണ്ടുകല. ഈ വിധത്തില് ഒന്നും മിണ്ടാത്ത സെമിത്തേരി ജീവിതം. വലിയൊരു കെട്ടിടത്തിൻ്റെ അകത്ത് 2 കല്ലറയും പണിത് അതിൻ്റെ അകത്തിരിക്കുന്ന 2 വ്യക്തികളാണ് ഇന്ന് പല വീടുകളിലും. വലിയ പുറമേ നോക്കിയാൽ എല്ലാം മനോഹരമാണ്, പക്ഷെ ഉള്ളിൽ 2 പ്രേതങ്ങൾ മാത്രം. പ്രിയപ്പെട്ട ഈ വിധത്തിലാണോ നമ്മുടെ ജീവിതം? നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചു നോക്കണം. പുറമേ ഉള്ളതല്ല, നമ്മുടെ ഉള്ളിൽ സന്തോഷം. നമ്മൾ ചെറിയ വീടാണെങ്കിലും അവിടെ പാട്ടും ദൈവസ്തുതിയും ആരാധനയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, ചെറിയ വീടാണെങ്കിലും അത് വളരെ പ്രത്യക്ഷമുള്ള വീടായിട്ട് മാറും. നമുക്കതുകൊണ്ട് ചെറിയ സഹനങ്ങൾ ഒക്കെ വരുമ്പം
പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരാശരായി പോകരുത്. അച്ഛന് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ: വേദനകൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്നവരാകരുത്. ഓരോ വേദനകളും സഹനത്തിലും ദൈവം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. അത് കണ്ടെത്തി അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഓരോ സഹനങ്ങളിലൂടെയും ദൈവം ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഈ രോഗങ്ങളിലൂടെയും എന്തോ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാത്തിരിക്കണം. അത് തിരിച്ചറിയാൻ നമുക്ക് കുറച്ച് കാലമൊക്കെ ചിലപ്പം കാത്തിരിക്കണം. നമ്മുടെ എഫാത്ത വിൽസനൊക്കെ ആദ്യം മക്കളെ 2-3 ദൈവസന്നിധിയിലേക്ക് കർത്താവ് എടുത്തപ്പോൾ ആ വേദനകൾ കാഴ്ചവെച്ചപ്പോൾ ഇത് അനേകം മക്കളെ ജീവൻ കൊടുക്കുന്നവരാക്കാൻ ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ചെറിയ സഹനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്ന് ദൈവം അയക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് ഈ സഹനങ്ങളൊക്കെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ സംഭവിക്കുമ്പോൾ തകർന്നു പോകാതിരിക്കാൻ ഓരോ ദിവസവും കൂടുതൽ പ്രത്യാശയോടെ ദൈവത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.